ഹായ് ഹലോ നമസ്തേ. കഫ്രീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്ത്? ഇന്ന് പ്രോഗ്രാം ഒരു ചർച്ച, അതായത് നമ്മുടെ ശിവൻകുട്ടി സാറ്, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി, ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയ ഇടുകയുണ്ടായി. അതായത് ഒരു ചർച്ച തുടങ്ങി വയ്ക്കുന്നു. കേരളത്തിൽ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് മാറ്റി കനത്ത മഴയുള്ള ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇതായിരുന്നു പോസ്റ്റിന്റെ ഉള്ളടക്കം. അപ്പം അതിനെപ്പറ്റി പലരും പല രീതിക്കുള്ളത് വേണമെന്നും വേണ്ടെന്നും പറഞ്ഞിട്ടുള്ള പല അഭിപ്രായങ്ങളും പല രീതിയിലും പറയാനുണ്ട്. ആ ഒരു സെൻസസ് എന്ന പോലെ ആ ഒരു അഭിപ്രായമാണ് ഉദ്ദേശിച്ചത്. എല്ലാവരുടെയും എന്താണ് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നോക്കിയിട്ട് നല്ലൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിന്റെ അഭിപ്രായം എന്താണ്? എൻ്റെ അഭിപ്രായം, ഞാനിതിനെ അനുകൂലിച്ചുകൊണ്ടാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം വേനൽ അവധി എന്ന് ഇപ്പം നമ്മൾ പറയണത് സാധാരണ എന്താണ്, മാർച്ച് കഴിഞ്ഞതിന് ശേഷം ഏപ്രിൽ മെയ് അതാണതിൽ പറയണത് സ്വാഭാവികം. അപ്പൊ ഈ ഏപ്രിൽ മെയ് കാലഘട്ടത്തിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് നല്ല വേനലാണ്, പ്രത്യേകിച്ച് മഴയും ഒന്നും പെയ്യാത്ത സമയമല്ലേ. അപ്പം നമ്മളെല്ലാവരും കളിക്കുന്ന ഒരു സമയമൊക്കെയാണ്. പക്ഷേ തിരിച്ച് സ്കൂളിലോട്ട് പോകുമ്പോൾ ജൂൺ ജൂലൈ ആ കാലഘട്ടം ആകുമ്പോൾ നല്ല മഴയാണ്. പ്രത്യേകിച്ച് ആ സമയത്ത് സ്കൂളിലോട്ട് എത്തിച്ചേരാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് അവധികൾ അതിൻ്റെ ഇടയ്ക്ക് വരും, അങ്ങനെയുള്ള കേസുകൾ. അത് കാരണം നമ്മൾ ഈ ചാപ്റ്ററുകളൊക്കെ ടീച്ചർമാർ പഠിപ്പിക്കുന്ന സമയത്ത് ആ സമയത്ത് കുറച്ച് തുടക്കം ആയതുകൊണ്ട് ഭയങ്കര എഴച്ചല്ലേ പഠിപ്പിക്കണത്. പിന്നീട് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഓടിച്ചുകൊണ്ടങ്ങ് തീർക്കും. അപ്പൊ അവർക്ക് വേണ്ടത്ര സമയം കിട്ടാറില്ല. അത്രയും മെന്റൽ പ്രഷർ സ്റ്റുഡൻസ് സഹിക്കണം അല്ലേ. അപ്പം ഇങ്ങനെ നോക്കണ സമയത്ത് ജൂൺ ജൂലൈയിൽ അങ്ങനെ ഒരു അവധി വരണ സമയത്ത് മഴക്കാലമാണ്, നമുക്ക് കൂടുതൽ സമയം അങ്ങനെ സ്പെൻഡ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പൊ നിന്റെ ഒരു ഒപ്പീനിയൻ എങ്ങനെയാണ്? എനിക്ക് അങ്ങനെ നോക്കുവാണെങ്കിൽ എനിക്ക് ശരിക്കും താല്പര്യം ഇല്ല എന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ വേനൽ അവധി എന്ന് പറയുമ്പോഴാടാ നമുക്ക് ഈ പുറത്തിറങ്ങി വീടിനകത്ത് ഒതുങ്ങിക്കൂടാതെ പുറത്തിറങ്ങി വിദ്യാർത്ഥികൾ കൂടെയുള്ള കൂട്ടരായിട്ട് കളിക്കാനുള്ള സമയം, ബന്ധു വീട്ടുകളിൽ പോകാനുള്ളൊരു സമയം, അങ്ങനത്തെ ഒരു ഇതാണ്. അതായത് വീട്ടിനകത്ത് അടങ്ങിക്കൂടി നിൽക്കാതെ പുറത്തോട്ട് ഇറങ്ങുന്നൊരു സമയമാണ്. അതേസമയം നമ്മുടെ ഈ ജൂൺ ജൂലൈ സമയത്താണ് ഈ ഒരു വെക്കേഷൻ വരുന്നതെങ്കിൽ മഴ കാരണം അവർക്കങ്ങനെ ആ ഒരു സംഭവം നഷ്ടപ്പെടും. അത് ശരിയാണ്. അങ്ങനെ വീട്ടിനകത്ത് ഇരുന്നാൽ അത് ഫോൺ അഡിക്ഷൻ കൂടാനും സാധ്യതയുണ്ട്. അത് കറക്റ്റ് പോയിന്റ് ആണ്. എപ്പോഴും ഫോണിലായിട്ട് നോക്കിയേ മീൻസ് വേറൊരു ആക്ടിവിറ്റി അവർക്ക് ചെയ്യാനില്ല തീർച്ചയായിട്ടും. ബാക്കി പുറത്തിറങ്ങി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഉദ്ദേശത്തോടു കൂടിയല്ല പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞപ്പോ ജൂൺ ജൂലൈ മാസമാണെങ്കിലും ചിലപ്പോ ആ മാസങ്ങളിൽ പൊതുവെ മഴ എല്ലാ ദിവസവും മഴ ആവണമെന്നില്ലല്ലോ. എന്നാൽ നമുക്ക് മഴ എൻജോയ് ചെയ്യാനും പറ്റും. എന്നാൽ നമ്മുടെ അവധിക്കാലവും കൂടെയാണ്. ഈ പറഞ്ഞ കണക്ക് ഫോൺ അഡിക്ഷൻ ഒന്നും ഒരുപാട് വീട്ടിൽ ചെലവഴിക്കാതെ കൂടുതൽ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ തന്നെ പോണം. മറ്റേത് കുറച്ചും കൂടെ സമയം റിലാക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ അക്കാഡമിക് ഇയർ തീർക്കാൻ പറ്റും ഇങ്ങനെയാണ് വരുന്നെങ്കിൽ. പക്ഷെ അതേ സമയത്ത് നമ്മൾ സാധാരണഗതിയിലുള്ള മാർച്ച് ആ ടൈമിൽ തീർന്നിട്ട് ഏപ്രിൽ മെയ്യിലാണ് അത് ഈ പറഞ്ഞ പോലെ സമ്മർ വെക്കേഷൻ വരണമെങ്കിൽ പിന്നെ തിരിച്ച് ജൂൺ ജൂലൈയിലേക്ക് ആകുമ്പോഴത്തേക്ക് വീണ്ടും പഴയ പോലൊരു സർക്കിൾ ഇങ്ങനെ ഒരു പ്രഷർ കുക്കറിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനൊരു മാറ്റം വരാൻ ഇതിനൊരു നല്ല തീരുമാനമല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. എടാ വിദ്യാഭ്യാസപരമായിട്ട് നോക്കുവാണെങ്കിൽ അങ്ങനെയുണ്ട്. പക്ഷേ നമ്മുടെ ഈ ക്ലാസ്സിൽ ഇരുന്ന് ബുക്കിൽ കൂടെ പഠിക്കുന്ന മാത്രമല്ല വിദ്യാഭ്യാസം. വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ നീ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ വെക്കേഷൻ സമയത്ത് നല്ല ചൂടുള്ള സമയമാണ്. ഇടക്കിടയ്ക്ക് മഴ പെയ്യുന്നു പറയുമ്പോഴല്ല, എപ്പോഴും ചൂടാണ്. എപ്പോഴും ചൂടാണ്, എല്ലാ ദിവസവും. അങ്ങനെയുള്ള സമയത്ത് സ്കൂളിൽ ക്ലാസ് റൂമിൽ ഇരിക്കുകയെന്ന് വെച്ചാൽ അത് മാനസികമായിട്ട് വേറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കൂലേ? പിന്നെ ഇപ്പോഴത്തെ ക്ലാസ് റൂമുകളെല്ലാം നല്ല ഫാനുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്, ടെക്നോളജി എല്ലാം ഉണ്ട്. പക്ഷെ ക്ലാസ് റൂമിലെ ചൂട് മാത്രമല്ല, വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു ചൂടുണ്ട്, ശരീരം ആ സമയത്ത് ഒരു കംഫർട്ട്. പിന്നെ എല്ലാവരും വിയർപ്പ് കൂടുതലായിരിക്കും ചൂട് കാലത്ത്. അപ്പൊ ഇത്രയും വിയർപ്പിന്റെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് പഠിക്കുമ്പോഴത്തേക്ക് ഒരു മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാവും. അത് ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് എന്തായാലും അതില്ല ഈ ഒരു ടൈമിൽ ഫോളോ ചെയ്യുമ്പോൾ. പക്ഷേ ഇപ്പം എൻ്റെ ഒരു ഒപ്പീനിയനില് നീ പറഞ്ഞ പോലെ ഇപ്പൊ സാധാരണഗതിയിൽ നേരത്തെ നടന്നുകൊണ്ടിരുന്നത് മാർച്ച് മാസത്തിലാണ് എക്സാം നടക്കുന്നത് അല്ലേ. ഇപ്പൊ ഇങ്ങനെ ഒരു കാലഘട്ടം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചേഞ്ച് സംഭവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഏപ്രിൽ മെയ് സമയത്താണ് ഈ പറയുന്ന എക്സാം നടക്കുന്നത്. അതായത് ആ മാസം എന്തായാലും ഫുൾ എക്സാം ആയിരിക്കും. അപ്പം ഫുൾ ടൈം ക്ലാസ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല.
പ്രത്യേകിച്ച് ചൂട് സമയം കൂടെ ആയതുകൊണ്ട് നമുക്കൊരു എക്സാമിന് ചിലപ്പോൾ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ സ്കൂളുകളിൽ സ്പെൻഡ് ചെയ്താൽ മതിയാവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ സമയം കൊണ്ട് എക്സാമും തീരും. എന്നാൽ ജൂണിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താ സമ്മർ വെക്കേഷൻ കൊണ്ട് കുറച്ച് മഴയൊക്കെ ആയിട്ട് കിടന്ന് ഉറങ്ങാം. അത് കഴിഞ്ഞ് മഴയൊക്കെ ഇറങ്ങാം, അങ്ങനെ നമുക്ക് കളിക്കാൻ വെളിയിൽ ഇറങ്ങാം. മഴയത്ത് കളിക്കാൻ വേണ്ടി അല്ല മഴയത്ത് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും മഴയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നാൽ സമയത്ത് നമ്മൾ സമ്മർ വെക്കേഷൻ ആകുന്ന സമയത്ത് മഴ പെയ്ത സിറ്റുവേഷനും ഉണ്ട്, വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷനും ഉണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് ഒരു ചേഞ്ച്, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചേഞ്ച് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ ഈ ചേഞ്ചിനെയൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ഈ പോസ്റ്റിൽ തന്നെ ശിവൻകുട്ടി സാർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ഈ അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ജൂൺ ജൂലൈയും അല്ല, ഏപ്രിൽ മെയ്യും അല്ല, ഈ മെയ് ജൂൺ അങ്ങനെ ആക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം ചോദിച്ചിട്ടുണ്ട്. മെയ് ജൂൺ എന്ന ആശയവും ഉയർന്നു വന്നിട്ടുണ്ട്. അത് എന്താണ് അതാലോചിച്ച് നോക്കുന്നത്. അതാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. അതാകുമ്പോ മറ്റേത് വലിയ പ്രശ്നം ഇവിടെയും വരൂല, വലിയ പ്രശ്നം അവിടെയും വരൂല. അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അത് നല്ലൊരു ഒപ്പീനിയൻ ആണ്. ഈ നമ്മൾ മഴക്കാലത്ത് ഉള്ള ഈ പനി, ചൂടുകള്, പാർശ്വവ്യാധികൾ വരുമെന്ന് കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ചൂടുള്ള സമയത്തും പാർശ്വവ്യാധികൾ വരും. നമ്മുടെ ചിക്കൻ ബോക്സ് പോലെയുള്ളതൊക്കെ. അങ്ങനെ ഒരു ചിക്കൻ ബോക്സ് പകരുന്ന ആ ഒരു സമയത്ത് ഒരുമിച്ചിരുന്ന അവിടെയും പ്രശ്നമാണ്. പിന്നെ ഇപ്പം ഈ മഴക്കാലങ്ങളിലുള്ള എന്താണ് വെക്കേഷൻ മാറി വേനൽക്കാലത്തുള്ള പഠന രീതി നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ വന്നാലുള്ള രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പോ ഞാൻ പറഞ്ഞില്ല, ചിക്കൻ ബോക്സ് ഒരു എക്സാമ്പിൾ ആണ്, ചൂടുകാലത്ത് വരുന്നതാണ്. അപ്പൊ അത് എല്ലായിടത്തും പകർന്നാൽ അത് മാരമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് കൺസേൺ ഇതില് പ്രശ്നമാണ്. എന്നാൽ ഈ മഴക്കാലത്തേക്ക് ഇപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ മഴക്കാലത്തേക്ക് ഇപ്പൊ വീട്ടില് ഒരു പേരൻസിനെ സംബന്ധിച്ച് മഴയത്ത് എന്താണ് കുട്ടികളെ പറഞ്ഞു വിടാന്നുള്ളത് ചെറിയൊരു പേടിയുള്ള കാര്യമാണ്. ചിലപ്പോൾ എവിടെയെങ്കിലും വലിയ പ്രശ്നം പറ്റിയാലോ എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊരു കരുതൽ കൂടി ആയിക്കൂടിയത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് അക്കാഡമിക് ഇയർ പൂർത്തിയാക്കാൻ ചെയ്യാൻ പറ്റും എന്നുള്ള ഇതും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഒരു ചേഞ്ച് എന്തുകൊണ്ട് വരുത്തിക്കൂടെന്ന് സാർ ചിന്തിച്ചത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് ഇയർ അക്കാഡമിക് ഇയർ ഒക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾ തന്നെ ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ ഏറ്റവും കൂടുതൽ അവധി കിട്ടിയത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ന്യൂനമർദ്ദത്തിന്റെ ഇതൊക്കെ കൊണ്ടും മഴക്കാലമൊക്കെ കൊണ്ടായിരിക്കും. ഇപ്പൊ എന്നെ ഒരുപാട് ആൾക്കാർ ചിലപ്പോൾ തെറി പറയും, പിള്ളേരൊക്കെ വന്നിട്ട് നീ ആരോടാ എനിക്ക് അവധി തരൂല എന്നൊക്കെ പറയും. പക്ഷെ ഇത് ചിന്തിച്ചാൽ മനസ്സിലാവും. പക്ഷെ ഇതിന് അവധി കിട്ടിയാലും ചില എക്സ്ട്രാ ശനി ഞായറൊക്കെ വെച്ച് അവരെ വീണ്ടും ആ ഒരു ടെൻഷനും പ്രഷർ അവർക്ക് തീർച്ചയായിട്ടും കൊണ്ടുവരും വീണ്ടും, അല്ലേ? കാര്യം ആ ക്ലാസ് അവർക്ക് കിട്ടിയാലേ ആ പോർഷൻ കവർ ആവാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് കറക്റ്റ് ഒരു ഓർഡറിൽ പോവുകയും ചെയ്യും. ശനി ഞായറും എല്ലാ ദിവസവും ഒരു ഹോളിഡേ ആയിരിക്കും. വീണ്ടും അടുത്ത ഇയറിൽ അടുത്ത വീക്കിൽ വരുമ്പോഴത്തേക്കും വീണ്ടും തിങ്കൾ തൊട്ട് വെള്ളി വരെ ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഇത് കറക്റ്റ് പ്രോസസ്സിൽ പോവും. അതായത് ഇപ്പൊ കലണ്ടർ അവധികളുണ്ടല്ലോ, ദീപാവലി അങ്ങനെയുള്ള ഫെസ്റ്റിവൽ അവധികൾ കറക്റ്റ് ടൈമിൽ നടക്കും. ഒരു ഷെഡ്യൂൾഡ് ആവും മൊത്തത്തില്. അപ്പൊ അത് നല്ല കാര്യമാണെന്നാണ് എൻ്റെ ഒരു ഭാഗത്തു നിന്നുള്ളത്. അപ്പം രണ്ട് രീതിയിൽ നോക്കുമ്പോ എനിക്ക് തോന്നുന്നു രണ്ടാമത് പറഞ്ഞ രീതിക്കുള്ള മെയ് ജൂൺ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നല്ലൊരു വേനലുണ്ട്, മഴയുണ്ട്. അത് രണ്ടും എൻജോയ് ചെയ്യാനും പറ്റും. വെക്കേഷൻ നടക്കും, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നടക്കും. അതാണ്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ പറയണം. പിന്നെ മിക്കവാറും ആ ഒരു കൺക്ലൂഷൻ എത്താൻ സാധ്യതയുണ്ട്. അത് എത്ര ചേഞ്ചസ് സംഭവം. പിന്നെ ഇതിലിപ്പം എടുത്തു പറയാം, ഇപ്പൊ ഈ കാര്യം നമ്മൾ പറഞ്ഞ്, പിന്നെ നീ ഇപ്പൊ നമ്മളെല്ലാവരും അക്കാഡമിക് ഇയറിലൂടെ കടന്നു വന്ന ആൾക്കാരാണ്. അപ്പം ആ പഠിച്ചിരുന്ന കാലഘട്ടത്ത് എന്തൊക്കെ മാറ്റങ്ങൾ വന്നാലായിരിക്കും നല്ലതെന്ന് നീ ചിന്തിച്ച കുറച്ച് മാറ്റങ്ങൾ പറയാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഈ സമയക്രമത്തിന്റെ കാര്യം, അതായത് നമ്മളിപ്പോ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പം 9:30 ക്ലാസ്സിന് വരുന്നു, തിരിച്ച് എത്ര ഞാൻ പ്ലസ് ടു ഒക്കെ ആയപ്പോ 4:15 വരെ 4:30 വരെ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നീട് നമുക്ക് വീട്ടിൽ വന്ന പ്രശ്നം ചെയ്യയില്ല. അതാണ്. അപ്പോഴത്തേക്കും വൈകുന്നേരവും രാത്രിയാവും വീണ്ടും. അത് മാറിയിട്ട് കുറച്ചും കൂടെ നേരത്തെ ക്ലാസ് തുടങ്ങി ഒരു ഉച്ച സമയമാകുമ്പോൾ ക്ലാസ് തീരുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. വീട്ടിൽ വന്നിട്ട് നമുക്ക് നമ്മുടെ ആയിട്ടുള്ള ഒരു കുറച്ച് ചെയ്യാനുള്ള സമയം കിട്ടും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനത്തെ ഒരു മാറ്റം വന്നാൽ കൊള്ളാമെന്നുണ്ട് എനിക്ക്. തീർച്ചയായിട്ടും. അപ്പൊ അതും തീർച്ചയായിട്ടും അത് എൻ്റെ കൂടെ ഒരു ഒപ്പീനിയനാണ്. കാര്യം നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ഇത് എന്തോന്ന് രാവിലെ 9:30 തുടങ്ങും, 4:30 5 മണി വരെ ക്ലാസ്.
അപ്പൊ അത് പിന്നെ ഈ പ്രത്യേകിച്ച് ട്യൂഷനും കൂടെ പോകണമെങ്കിൽ അതും കഴിഞ്ഞ് വീട്ടിലും പോയി. അത് പറയാം, ഇപ്പം ഞാൻ 10ാം ക്ലാസ് പോയിക്കൊണ്ടപ്പോൾ എനിക്ക് രാവിലെ 7:30 ട്യൂഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് സ്കൂളിന് പോകുന്നു, സ്കൂൾ കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെയും ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ അത് തന്നെ അത്രയും നമ്മള്, അതാണ് ഞാൻ പറഞ്ഞിടന്നെ, അത്രയും ഒരു പ്രഷറിൽ കൂടെയാണ് നമ്മൾ കടന്നു പോണത്. എന്ന് പറഞ്ഞാൽ ചിലവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ പ്രഷർ ഇല്ലെങ്കിൽ പോലും നമ്മൾ അത്രയും സ്ട്രെയിൻ എടുക്കുകയാണ്. അതിന്റെ ആവശ്യം ഇല്ല സത്യം പറഞ്ഞു. നമ്മൾ കുറച്ചുകൂടെ എൻജോയ് ചെയ്ത് പഠിക്കേണ്ട കാലഘട്ടമാണ് ആ സമയമൊക്കെ. അപ്പൊ എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ സമയ ക്രമീകരണവും വേണം. ഇപ്പം കുറച്ചുകൂടെ നേരത്തെ ഏർലി ആയിട്ട് തുടങ്ങിയിട്ട് ഒരു ഉച്ച സമയമാകുമ്പം ഇത് ചെയ്യാൻ വേണം. എന്നാൽ ഈ നമ്മൾ വീട്ടിലൊക്കെ പോയതിനു ശേഷമേ എൻ്റെ ഒരു ഇതില് കുറച്ചും കൂടെ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോഴും മറ്റ് അങ്ങോട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അവരുടെ ഒരു ഈവനിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് പിള്ളേരെ വീണ്ടും കൊണ്ടുവരും ഗ്രൗണ്ടിലോട്ട്. അത് മസ്റ്റാണ്. അവര് എല്ലാ ആഴ്ചയിലും ഒരു 3-4 ദിവസം കൂടി ചെയ്യിപ്പിച്ചിരിക്കുക. അത് ഈ സ്പോർട്സ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ വരുന്ന പിള്ളേർക്ക് കുറച്ചുകൂടെ മെന്റലി കുറച്ച് വീക്കാണ് പലരും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ സ്പോർട്സ് എന്ന് പറഞ്ഞ ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ഇതിങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകിച്ചുള്ള ഈ ലഹരിയിലോട്ട് പോണ അഡിഷൻസ് കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും. നമുക്ക് നല്ലോണം അക്കാഡമിക് ഇയറും നല്ലോണം ചെയ്യാൻ പറ്റും, സ്പോർട്സും നല്ലോണം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊരു കരിക്കുലത്തിന്റെ ഭാഗമാക്കണമെന്നാണ് എൻ്റെ ഒരു. മൊബൈൽ ഫോൺ അഡിക്ഷൻ ആണ് ഏറ്റവും വലിയ പ്രശ്നം. അത് എത്രത്തോളം കുറയ്ക്കുന്നു അത്രത്തോളം പിള്ളേർ നല്ലതാകും. അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇതാണ് ഈ സമയക്രമീകരണവും കൂടെ ഭാവിയിൽ വരും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. വരാതിരിക്കത്തില്ല പിന്നെ. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ അല്ലേ. പിന്നെ എന്തുണ്ട്, ഇതൊക്കെയല്ലേ ഇനി എത്രയുള്ളൂ. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം എന്താണ് പുതിയ ചേഞ്ചസ് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പൊ നല്ല ആലോചിക്കുന്നതിൽ മുന്നോട്ട് വെച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ പുതിയ ചേഞ്ചസ് ഇനി പുതിയ ചേഞ്ചസ് കൊണ്ടുവന്ന് അക്കാഡമിക് ഇയർ തന്നെ എൻജോയബിൾ ആക്കി നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ, എല്ലാ സ്റ്റുഡൻസിനും സാധിക്കട്ടെ. അപ്പൊ എല്ലാ സ്റ്റുഡൻസും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു നല്ല ദിവസം ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ നടത്തിയത് വളരെ സന്തോഷം. അപ്പൊ പുതിയ വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരാം. അൻറ്റിൽ ദെൻ, ഡൈയിങ് കട്ട്.